ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഏകദേശം ഒരു 5:15 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇത്. നല്ല മഴയുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ മഴയൊക്കെ ഒന്ന് തോന്നൊക്കെ നിൽക്കുവാണ്. എബിച്ചാൻ ഇന്നൊരിടത്ത് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേൽക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ കട്ടനൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു കട്ടനൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്ക് എന്തെന്നില്ലാത്ത ഒരു 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 സുഖമാണ് കേട്ടോ. അങ്ങനെ എബിച്ചാൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങി. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഏകദേശം 9 മണി ആയിട്ടുണ്ടായിരുന്നേ. കിറ്റൂസിനെ ഞാൻ ഇന്ന് സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവന് പനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരാഴ്ച വിട്ടതേ ഇല്ലായിരുന്നു അവനെ സ്കൂളിൽ. അങ്ങനെ തലേന്ന് പാത്രമൊക്കെ കഴുകി വെച്ചിരുന്നതൊക്കെ വെള്ളമൊക്കെ തോന്നിയിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നമ്മുടെ ആ ഇരിക്കേണ്ട അടുത്തോട്ടൊക്കെ ഒന്ന് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ നേരത്തെ തലേന്നത്തെ കുറച്ച് ദോശയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൂസ് പറഞ്ഞു അവന് ദോശ വേണ്ടാന്ന് പറഞ്ഞു. കാരണം വായിക്കുന്നൊരു രുചിയായിട്ടൊന്നും കുഞ്ഞിന് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു അവന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. പിന്നെ ചപ്പാത്തിക്ക് അവന് പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അങ്ങനെ വെറുതെ ആയാലും അങ്ങ് കഴിച്ചോളും. തൊണ്ടയ്ക്ക് നല്ല രീതിയിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഇടറിയൊക്കെ പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലായികയില്ല. എനിക്കും പനി പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല. തൊണ്ടയ്ക്കൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു കരകരപ്പൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. സാരമില്ല, അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട, വിട്ടേക്കണേ. അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. ചൂടുവെള്ളമൊക്കെ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മാവൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുത്തു വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 ദിവസമായിട്ടുണ്ട്. ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കാരണം ഞാനിങ്ങനെ തള്ളി നീക്കി കൊണ്ടുവന്ന് എന്തായാലും ഇന്നൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതേ മാവൊക്കെ ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തലേന്ന് രാത്രിയിൽ കുറച്ച് മുട്ടക്കറി വെച്ചതിൻ്റെ കറി ഇരിപ്പുണ്ടായിരുന്നു. ആ കറി പിന്നെ കിച്ചൂസിന് വേണമെന്നില്ല. കിച്ചൂസിന് ഇപ്പോൾ മുട്ടക്കറി വെച്ചാലും മുട്ട അതിനകത്ത് ഇട്ടിട്ടുള്ള ആ ഒരു എരിയോട് കൂടിയുള്ള മുട്ട മാത്രമേ അവൻ കഴിക്കത്തുള്ളേ. അങ്ങനെ അതുകൊണ്ട് ഞാൻ അതെടുക്കാൻ പോയില്ല. പിന്നെ മാവൊക്കെ ഇങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ എടുത്തിട്ടൊക്കെ കുഴച്ചൊക്കെ വെച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് അടച്ചു വെക്കുകയാണ്. പിന്നെ വീണ്ടും എന്താണ് ഫ്രിഡ്ജിലേക്ക് പോയത്. ഇപ്പോൾ കുറേ ദിവസമായതുകൊണ്ട് എന്താണ് എവിടെയാണെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതാണ് സത്യം കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. അതായത് 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ പപ്പ എനിക്ക് ഈ ചുമന്ന മീൻ, കിളിമീൻ അല്ലെങ്കിൽ ചുമപ്പൻകോര എന്നൊക്കെ പറയുന്ന മീനൊക്കെ കുറേയൊക്കെ വാങ്ങിച്ചൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ ഞാൻ കൊണ്ടുവന്നതിൻ്റെ അന്ന് എടുത്തില്ല. അതിൻ്റെ അടുത്ത ദിവസം കുറച്ച് എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് കുറച്ച് വെട്ടി വെച്ച് തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വറക്കാമെന്ന്. കാരണം അത് തീരെ ചെറിയ മീനായിരുന്നേ. അതുമല്ല നമ്മൾ അവിടെ നിന്നൊക്കെ ഇനി വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ മീൻ ഇരുന്നിട്ടൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അങ്ങോട്ട് ആ ഒരു ഫ്രഷ്നെസ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കുറേ സമയം കഴിഞ്ഞാണ് ഫ്രിഡ്ജിൽ കയറ്റിയത്. അപ്പോൾ കറി വെച്ചാൽ എത്രമാത്രം അത് കൊള്ളാം എന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു കറി വെക്കുന്നില്ല, നമുക്ക് ഫ്രൈ ചെയ്യാന്നുള്ളത്. പക്ഷേ ഞാൻ ഇന്നുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ അന്ന് ഇന്നത്തെ ദിവസം നമ്മൾ വീണ്ടും ഈ സെയിം മീൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്കിവിടെ അടുപ്പൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു അടുപ്പിൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നോർമലി നോക്കുമ്പോൾ എനിക്ക് അലർജിയാണ് ചാരം. പക്ഷെ ഞാൻ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അടുപ്പ് യൂസ് ചെയ്തുകൊണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടുപ്പ് യൂസ് ചെയ്യാൻ. ഞാനിപ്പോൾ ഗ്യാസ് ഇപ്പോൾ ലാസ്റ്റ് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ 3 മാസം ആവുന്നുണ്ട്. ഈ അടുപ്പിലും കൂടി യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഗ്യാസ് അത്രത്തോളം നിൽക്കുന്നത്. അപ്പോൾ 2 അടുപ്പ് ഒരുപോലെ തന്നെ കത്തിച്ച് പോവാണ്. ഞാനിപ്പോൾ 2 ദിവസമായി കേട്ടോ ഇവിടെ ഫുഡ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. കാരണം 1-2 ദിവസം അടുപ്പിച്ചൊക്കെ വീട്ടിൽ പോകേണ്ട ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ഒന്നും വേവിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലി അടുപ്പ് കത്തിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പ് കത്തിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിച്ച് കിട്ടുക. പക്ഷേ ഇപ്പോൾ 2 ദിവസമായി ഞാൻ ഈ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അതുകൊണ്ട് കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ കത്തി കിട്ടാനൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം മഴയുടെ കൂടെ ഇരിക്കുന്ന വിറവൊക്കെ ഇങ്ങനെ തണുത്ത് വിറച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇവർ കത്തി കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ അതുമല്ല ഞാൻ ഈ ഒരു വിറവ് പുറത്താണ് വെച്ചിരിക്കുന്നത്. പക്ഷെ മഴയൊന്നും നനയത്തൊന്നുമില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിറവാണ് കേട്ടോ. പപ്പ എനിക്ക് ഇങ്ങനെയുള്ള വിറവുകളൊക്കെ ഇങ്ങനെ കൊത്തി പൊട്ടിച്ചൊക്കെ തന്നുവിടും. പിന്നെ നമുക്ക് വണ്ടി ഉണ്ടായതുകൊണ്ട് നമ്മൾ പോയി കൊണ്ടുവരുവേ. ഇത് മറ്റേ റബ്ബറിൻ്റെ വിറവ് ഇങ്ങനെ കൊത്തി പൊട്ടിച്ച് തന്നെയാണേ.
നല്ലതാട്ടോ. തീയരിച്ച് കിട്ടിയാൽ ഒന്ന് ഒരടുപ്പിലോട്ട് സത്യം പറഞ്ഞാൽ തീ ഒന്ന് കത്തി കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതിരുന്ന് എരിയുന്ന കാണാൻ തന്നെ നല്ല രസം. അപ്പം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അടുപ്പിൽ തന്നെ ചെയ്യാൻ തോന്നുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക കാര്യങ്ങൾ, അതായത് ഇപ്പോൾ മോര് കാച്ചുന്നത് ഉൾപ്പെടെ ഞാനങ്ങ് അടുപ്പിലോട്ട് ചെയ്യും. കാരണം ഈ അടുപ്പ് കത്തിച്ച് ചോറ് വേവുന്നതിനകം ബാക്കി കറികൾക്കുള്ള കാര്യങ്ങളെല്ലാം ഞാനെല്ലാം സെറ്റാക്കി വെച്ചിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് നേരെ ഇരുന്നിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പരത്താൻ പോവുകയാണ്. കിച്ചൂസിന് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതിൻ്റെ മെഡിസിനാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അവന് പനി ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ഇന്ന് വീണ്ടും അവനെ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു കഫത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ട് ട്യൂഷന് വിടാൻ വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവന് ചുമച്ചിട്ട് ഒരുപാട് ഛർദ്ദിച്ചു. അപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായിപ്പോയി. അങ്ങനെ ഇന്ന് എബിശാൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മുടെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നു. അങ്ങനെ പഴയ മെഡിസിനൊക്കെ ക്യാൻസൽ ആക്കിയിട്ട് ഇപ്പോൾ പുതിയ മെഡിസിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചൂസിനൊരു രണ്ട് മാക്സിമം ഒരു 2 എണ്ണമൊക്കെ കഴിച്ചോളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ കഴിക്കേണ്ടത്. പക്ഷേ എന്തോ അവന് വായിക്ക് രുചിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം 2 എണ്ണേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. ഞാനും കിച്ചൂസും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. പിന്നെ നോക്കിക്കേ, ഞാൻ എൻ്റെ ഒരു സ്ഥിരം പരിപാടി, എനിക്ക് തോന്നുന്നു നേരത്തെ ഉള്ള എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ നേരെ ഉളുപ്പിൽ വെച്ച് ഇട്ടൊരു തേപ്പുണ്ട്. ഈ ഒരു വൃത്തികെട്ട സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ആ ഒരു നൈറ്റിയൊക്കെ നനഞ്ഞിരിക്കും നോക്കിക്കേ. എനിക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്. ഇപ്പം നേരെ എന്തെങ്കിലും കയ്യിൽ ഇച്ചിരി വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു ഒറ്റ പിടിയാണ് അങ്ങോട്ട്. അപ്പോഴത്തേക്ക് ആ കയ്യിലെ വെള്ളം എല്ലാം കൂടെ അവിടേക്കാവും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ പാത്രവും പിന്നെ തലേന്നത്തെ മുട്ടക്കറി വെച്ച കുക്കറും അതും ഇതൊക്കെ കുറേയൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോഴേക്ക് നമ്മുടെ മീൻ ഇരുന്നിട്ട് തണുപ്പൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ളൊരു അടുക്കള തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടെ വലിയ കബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ കബോർഡ് ചെയ്യാനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷേ കബോർഡൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ ചെയ്യുമായിരിക്കും, എന്തോ അറിയില്ല. എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. 2 അടുക്കളയുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. നമ്മുടെ ആ പഴയ ആ ഒരു വീട്ടിലെ പോലെ തന്നെ വലിയ അടുക്കളയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് മിറ്റം കേട്ടോ. 4 സൈഡിൽ നല്ല അടിപൊളി മിറ്റമാണ്. ഇഷ്ടംപോലെ തൂക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സൈഡിൽ മിറ്റമായിട്ട് അങ്ങനെ തൂക്കാനില്ല. കാരണം ഇവിടുത്തെ അമ്മ അവിടെ ഫുള്ള് കൃഷി ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ഞാനൊരു ദിവസം ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞാൻ ചെയ്തതൊന്നും അല്ല, പക്ഷെ നമ്മുടെ അമ്മ ചെയ്ത കൃഷിയൊക്കെ ഇവിടേക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്. അതൊക്കെ നമുക്കൊരു ദിവസം കാണാവേ. അപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീനകത്ത് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ വാഷിംഗ് മെഷീൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു വാഷിംഗ് മെഷീനകത്ത് നമ്മുടെ പഴയ വാഷിംഗ് മെഷീൻ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാഷിംഗ് മെഷീൻ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ അതിനകത്ത് കഴുകാനിട്ടു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഷൈനി ചേച്ചി കുറച്ച് ഇലകൾ, അതായത് മത്തയുടെ ഇല മമ്മിയുടെ ഇല കൊണ്ട് കൊടുത്തിട്ടാണ്. ചേച്ചി ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു മത്തയുടെ ഇല നിൽപ്പുണ്ട്. എനിക്കാണ് മത്തയുടെ ഇല അങ്ങനെയൊക്കെയുള്ള ഇലകളൊക്കെ ഇങ്ങനെ തോരൻ വെച്ച് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ മത്തയുടെ ഇല കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് കിച്ചൂസ് ഉറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ കുറേ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതേ വിരിഞ്ഞു തുടങ്ങി. ആ ഒരാൾ അങ്ങോട്ട് കിടക്കുന്നത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവരിപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഇതേ നോക്കിക്കേ, എഴുന്നേക്കാനുള്ള ഒരു തന്ത്രപ്പാട് പെടുന്ന നോക്കിക്കേ. അവരിങ്ങനെ കുറേ നേരം ഇങ്ങനെ ചൂടൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 കുഞ്ഞുങ്ങളോളം നമുക്ക് പലപ്പോഴായിട്ട് ഇന്നേ ദിവസം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നല്ല, ഞാൻ ഈ വീഡിയോ എടുത്ത ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഫുഡ് ഇട്ട് കൊടുക്കണം, വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും മത്തയുടെ ഇല ഇങ്ങനെ വെള്ളം തോരാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കീറിക്കിരിയിട്ട് ഒന്ന് തിരുമ്മിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള നാരൊക്കെ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞൊക്കെ എടുക്കുകയാണ്. അരിഞ്ഞൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇതൊന്ന് തോരൻ വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെറുതെ എങ്കിലും ഇങ്ങനെ വാരി തിന്നാണെങ്കിൽ നല്ല ഇങ്ങനെ ഒരു പിടിയെടുത്ത് വായിലിട്ട് ഇങ്ങനെ ചവയ്ക്കുന്ന ഒരു ഫീലാണ്. നല്ല രസമാണ് കേട്ടോ ഇത് ചെയ്യാനെ കൊണ്ട്. അപ്പോൾ കിച്ചൂസ് പറഞ്ഞു അമ്മി ഞാനും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനും കൈയൊക്കെ കഴുകിയിട്ട് വന്നിരുന്നിട്ട് എനിക്ക് ഇല ഇങ്ങനെ പിഴിഞ്ഞ് തരുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെയോ കൗണ്ടർ അടിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല.
അവന് എപ്പോഴും ഒന്നും അങ്ങനെ മൂടൊന്നും വരത്തില്ല, ചിലപ്പോൾ വന്നിരുന്ന് ഭയങ്കര കുരുത്തക്കേടായിരിക്കും. പക്ഷേ എന്തോ ഇന്ന് വന്നിരുന്നിട്ട് നല്ല മൂഡിലായിരുന്നു. അങ്ങനെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പിടിഞ്ഞൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നിട്ട് ഇതൊന്നും ചെയ്യുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ മക്കളെയൊക്കെ ഇങ്ങനെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ എടുപ്പിക്കണം. പക്ഷെ ഞാൻ ചെയ്യിപ്പിക്കാറില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എനിക്ക് പെട്ടെന്ന് എൻ്റെ ജോലികൾ ഒതുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇവന് ഇതിനകത്തൊന്നും ഇടപെടുത്തത്തില്ല. പക്ഷെ അവന് ഇഷ്ടമാട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനൊക്കെ ഇഷ്ടമാണ്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തുണിയൊക്കെ അവിടെ ഏകദേശമൊക്കെ ആവുന്നുണ്ട്. എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്ക്, സാരമില്ല, അതങ്ങ് വിട്ടേക്കുക കേട്ടോ. തൊണ്ട നല്ല രീതിയിൽ അടയുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചീരയുടെ തോരനൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചു. ചീരയല്ലായിരുന്നല്ലോ, എന്താണ് നമ്മുടെ മത്തയുടെ ഇലയൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു അതങ്ങനെ ഇരിക്കട്ടെ. എനിക്കൊരു എന്താ ഒരു പരിപാടി എന്നറിയോ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടുത്ത കാര്യം ചെയ്യാൻ പോകും. എന്താണോ എന്തോ ഇങ്ങനെ. എന്തായാലും ഈ കുപ്പി ഉണ്ടപ്പോഴാണ് ഓർക്കുന്നത്, കിച്ചൂസിന് കുപ്പി ഇന്നോട്ട് കാണുന്നില്ല, എവിടെ കൊണ്ടുവച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ എന്തായാലും നമ്മൾ ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂമിലുണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ സ്ലോപ്പ് ഉണ്ട്, അതുകൊണ്ട് കട്ടിൽ കുറച്ചിങ്ങനെ കുനിഞ്ഞാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 ചെറിയ തടിക്കഷ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കട്ടിൽ കുറച്ച് പൊക്കി വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കുറച്ചിങ്ങനെ കുനിഞ്ഞ് കിടക്കുകയാണ് ആ ഒരു കട്ടിൽ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഹാള് വരുന്നത്. ഞാൻ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോഴേ സാധാരണ പിന്നെ എന്താണ് ജനലൊക്കെ തുറന്നിടാറുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് ലേറ്റ് ആയപ്പോഴത്തേക്ക് എൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ വന്ന് അതൊക്കെ ഒന്ന് തുറന്നിട്ടത്. ഇങ്ങനെ തുറന്നിടുമ്പോഴത്തേക്ക് നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ വെയിൽ അടിച്ച് കയറും. പിന്നെ അതുകൊണ്ടാണ് കേട്ടോ ക്യാമറയിൽ ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യാത്തത്. പിന്നെ അങ്ങനെ നമുക്ക് എന്താണ് അങ്ങനെ ആ ഒരു ഡൈനിങ് ടേബിളൊക്കെ, ഈ ഡൈനിങ് ടേബിൾ നമ്മുടേതല്ല കേട്ടോ, ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഡൈനിങ് ടേബിളാണ്. നമുക്ക് കിട്ടിയതാണ് കേട്ടോ, ഇവിടെ വന്നപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ദിവാങ്കോട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നയാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ പൊടി നല്ല രീതിയിൽ പൊടി അടിക്കും. പക്ഷേ ഇത് റോഡ് സൈഡൊന്നും അല്ല, കുറച്ച് അകത്തോട്ടാണ്. പക്ഷെ എന്നാലും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി അടിക്കാറുണ്ട്, കാരണം നല്ല മിറ്റാണ്. നോക്കിക്കുക, അവിടെ ഫുള്ള് വാഴയും ചേനയും ചേമ്പും, എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കുറേ തെങ്ങും ഫുള്ള്, എനിക്കൊന്ന് മിറ്റം വരെ അവിടുത്തെ അമ്മ നട്ടു വെച്ചിരിക്കുക. മിറ്റം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മിറ്റം കുറവാണ് കേട്ടോ, ഫ്രണ്ടിലൊക്കെ മിറ്റം കുറവാണ്. ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നട്ട് വെച്ചേക്കുക. പിന്നെ കിച്ചൂസിന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഇതിട്ടിട്ടുണ്ടായിരുന്നു, ഊഞ്ഞാലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂക്കാനൊക്കെ ഉള്ള സമയത്ത് അതൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ അങ്ങ് എടുത്തിടുവേ. അങ്ങനെ അതൊക്കെ ഒന്ന് തൂത്തൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ 2 ചെടി ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ 2 ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തൊക്കെ ഇറക്കി അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു എന്താണ് ഷീറ്റൊക്കെ അവിടെ ഇടുന്നുണ്ട്. തൂത്തുവാരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ. പിന്നെ നമുക്കൊരു 4 ബെഡ്റൂം ഉണ്ട് നമ്മുടെ ഈ വീട്ടിനകത്ത്. നമ്മൾ ഒറ്റ റൂം മാത്രമേ നമ്മൾ യൂസ് ചെയ്യൂ, പക്ഷെ 4 റൂമും ബിസിയാണ്, അത് വേറെ കാര്യം. ഒരു റൂമിൽ നമ്മുടെ നമ്മുടെ അലമാര, നമ്മുടെ ഡ്രസ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സ്റ്റാൻഡ്, അതും ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ അടുത്ത റൂമെന്ന് വെച്ചാൽ കിച്ചൂസിൻ്റെ സ്റ്റഡി റൂം വിത്ത് പ്ലേ ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ഏരിയ എന്ന് വെച്ചാൽ ഫുള്ള് ലോണ്ട്രിയാണ്. എല്ലാ കഴുകുന്ന ഡ്രസ്സുകളും അവിടെ അശ കെട്ടിയിട്ടുണ്ട്, അവിടെയാണ് കൊണ്ടിടുന്നത്. മഴയാണെങ്കിൽ കേട്ടോ, വെയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തിട്ട് തന്നെ ഉണക്കിയെടുക്കുക. അതല്ല മഴയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൂമിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ റൂമിൽ ഫുള്ള് നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ 4ാമത്തെ റൂമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അവിടെയാണ്. പിന്നെ വരുന്നൊരു ഹോള്, പിന്നെ കിച്ചൺ, 2 കിച്ചൺ ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. പിന്നെ ബാക്കിയുള്ള റൂമിലൊന്നും അങ്ങനെ അടിച്ച് വാരേണ്ടതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ എപ്പോഴും പൊടിയൊന്നും ആവുന്നില്ലല്ലോ, ഇവിടെ അങ്ങനെ പൊടിയൊന്നും ഇല്ല. പിന്നെ ഈ കിടക്കുന്ന ചെറിയ ചെറിയ പൊടികളെ കാണത്തുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. നമുക്ക് എന്താണ് ഈ അമ്മിക്കല്ല് ഉൾപ്പെടെയുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അമ്മിക്കല്ലൊന്നും യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അവിടെ അങ്ങോട്ട് വെള്ളം കഴുകിയെടുക്കാനുള്ള ഒരു പൈപ്പൊന്നുമില്ല. അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് മെനക്കേടാം. അതുകൊണ്ട് അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ല നല്ല വൃത്തിയും നല്ല അത്യാവശ്യം നല്ലൊരു വീടാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെട്ടി വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെട്ടി വെക്കുകയാണ്. പിന്നെ മിറ്റമൊക്കെ തൂത്തിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ. അതിൻ്റെ ഒന്നും വീഡിയോസുകളൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ ഞാൻ നിൽക്കുന്ന സൈഡും ഫ്രണ്ടിൽ കുറച്ച് സൈഡ് നമുക്ക് മിറ്റം, അതായത് തൂക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിറ്റമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ബാക്ക് സൈഡിലും സൈഡിലത്തെ സൈഡിലും എല്ലാം മിറ്റം ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അവിടെ വാഴയും ചേരയും ചെയ്യുമ്പോൾ ഒക്കെ നട്ടിരിക്കും. ഇവിടെ അങ്ങനെ ആൾത്താമസമുള്ള വീടായിരുന്നില്ലല്ലോ. ഇപ്പോഴാർക്ക് എന്തോ ആണ് ഇവരിങ്ങനെ വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയത്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്തെല്ലാം ഇങ്ങനെ ഓരോന്നൊക്കെ നട്ട് വെച്ചിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് മിറ്റമുള്ള ഭാഗമൊക്കെ ഞാനൊന്ന്
തൂത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരഞ്ഞൊക്കെ എടുത്തു. കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി നമുക്ക് സിങ്കിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് എടുത്ത് മസാലയൊക്കെ ഒന്ന് തേക്കാണ് കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചൊരു ജോലിയൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയാം. പക്ഷേ പിന്നെ മടി മീൻസ് എൻ്റെ ഒരു സമയത്തിനനുസരിച്ച് ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര ലാഗാണ്. ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ തള്ളി ഇപ്പോൾ എന്നാലും പെട്ടെന്ന് ഞാൻ ജോലി ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ് ഇത്രയും സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയേർഡായിട്ടുണ്ട്. പക്ഷെ പറ്റില്ലല്ലോ, എൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിച്ചല്ലേ പറ്റുള്ളൂ എനിക്ക്. അങ്ങനെ മസാലയൊക്കെ തേച്ച് ഞാൻ നല്ലോണം കൊഴിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ അവിടെ ഇരുന്ന മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ കിച്ചൂസ് അവിടെ ഉണ്ടായിരുന്നു. കിച്ചൂസ് ഞാനോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എബിച്ചാൻ ഉണ്ടായിരുന്നില്ല, എബിച്ചാൻ രാവിലെ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഞാൻ എബിച്ചാനോട് പറഞ്ഞു രാത്രി ഒന്നും ഉണ്ടാക്കുന്നില്ല ഒന്നും, ചോറിടുക, രാത്രിത്തേക്ക് കറികളൊക്കെ കാണും, നമുക്ക് ചോറ് കഴിക്കുന്നൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എബിച്ചാൻ പറഞ്ഞു ഓക്കെ അത് മതി. കാരണം രാവിലെ ഓൾറെഡി ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു, ഇനി രാത്രിയിലും കൂടി ചപ്പാത്തി കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കും കിച്ചൂസിനും വേണ്ടിയിട്ട് മാത്രമുള്ള മീനെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ മീനൊക്കെ എടുത്തിട്ട് മസാലയൊക്കെ തേച്ച് കുറച്ച് വെച്ചിട്ട് ബാലൻസ് എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ തോരനും കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയായിരുന്നു കേട്ടോ ഞാൻ തിരുകിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു സമയം കൊണ്ട് ഞാൻ തോരനും വെച്ചിട്ടുണ്ടായിരുന്നു, ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കിനിടയ്ക്ക് വീഡിയോസ് എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ കുറേ തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ, ഇത്രയും ഒരു മിറ്റമാണ് നമുക്കുള്ളത്. അങ്ങ് ബാക്കിലോട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ തുണികളൊക്കെ ഇവിടെയാണ് ഞാൻ അശ വിരിച്ചിരിക്കുന്നത്. ഞാൻ അവിടെയൊക്കെ തുണികളൊക്കെ കൊണ്ടിട്ടു. പിന്നെ കുറച്ച് കിണറിൻ്റെ മുകളിലൊക്കെ ഇണ്. അത് കിണറിൻ്റെ മുകളിൽ തുണിയിട്ട് ഉണക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ചിലവരൊക്കെ ഇടാതെ ഇരിക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഇടും, കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല തുണി ഇടാനെ കൊണ്ട്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലൊക്കെ കിട്ടി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഇങ്ങനെ തുണിയിട്ട് ഉണക്കുന്നത്. പിന്നെ നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടല്ലേ തുണിയിടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.